ഇതാര് മാത്തച്ഛൻ മുതലാളിയോ? എന്നതാടാ വല്ലതും തടഞ്ഞോ? എവിടെ ഇത് സ്കൂട്ടാ. നീ വന്ന ഒരു കോളുണ്ട്. വാടാ. എന്നതാ വല്ലതും തടയുന്ന ഏർപ്പാടാന്നോ? അതൊക്കെ നിന്റെ യോഗം പോലിരിക്കും. തരാ റെഡി ആയിട്ടാ ഞങ്ങൾ വന്നിരിക്കുന്നത്. അതെങ്ങനെ വേണോന്ന് മാത്രം പറഞ്ഞേച്ചാ മതി. എന്നാ മുതലാളി സംഗതി? സംഗതി നിസ്സാരം. അറിഞ്ഞു കാണും തൊരപ്പൻ ചാടിപ്പോയത്. അവൻ ഏത് മാളത്തിലാണെന്ന് മാത്രം പറഞ്ഞേച്ചാ മതി. കാര്യം ശരിയാ. അവനെന്റെ അടുത്ത സുഹൃത്താണേലും മുങ്ങിയത് എങ്ങോട്ടാണെന്ന് എന്റെ അമ്മച്ചിയാണ് എനിക്കറിയത്തില്ല. സത്യം. അതിനാ മുതലാളി അറിയാമെങ്കിൽ പറയത്തില്ലോ. എന്നാ വായിച്ചേ, ഇവന് കിട്ടാനുള്ള യോഗം ഇല്ലെന്ന് കരുതിയാ മതി. വന്നു കയറിയ സൗഭാഗ്യം നീ തട്ടിക്കളഞ്ഞടാ കീരി. മുതലാളി ഒന്ന് നിന്നേ. നിന്നു. എന്നാടാ? അല്ല പറഞ്ഞാ എന്നാ തരും? അത് കുട്ടപ്പായ തീരുമാനിക്കുന്നത്. കുട്ടപ്പായേ ഇവൻ എത്ര കൊടുക്കാനാ ഉദ്ദേശം? കീരിക്ക് എത്ര വേണം? അല്ല ഈ ഒറ്റല് വലിയ വഞ്ചനയാ. അപ്പൊ കാശ് ഇച്ചിരി കൂടും. 50. അയ്യോ അത് നീ താങ്ങത്തില്ല. എന്നാ ഒരു 25. ഞാൻ മധ്യസ്ഥം പറയാം. വെറുതെ അധികം ഭാര്യ വലിച്ചൊന്നും മേടിക്കണ്ട. കയ്യോടൊരു 15 കൊടുത്തു തരും. എന്നതാ? 15 വേണ്ട. തന്നിട്ട് പറഞ്ഞാ മതി. ഞങ്ങൾക്ക് ഒരു ധൃതിയും ഇല്ല. അപ്പൊ 15 ഉറപ്പിച്ചേ. കുട്ടപ്പായി അത് കൊടുത്തരടാ. അപ്പൊ ഇച്ച എണ്ണീക്കോ. 1 2 3 4 5 6 7 8 9. ഈശോയെ 9 കിട്ടിയപ്പോഴേ നീ അണച്ചു. എന്നിട്ടാണ് 50 ചോദിച്ചത്. എന്റെ പുണ്യാളച്ച 50 കൊടുത്തിരുന്നേ ആംബുലൻസ് വേണ്ടി വന്നാൽ. പറയടാ എവിടെയാ തൊരപ്പൻ? നീ പേടിക്കണ്ട, നിന്നെ സുരക്ഷിതമായി ഞങ്ങൾ ഈ സ്റ്റേറ്റ് കടത്തി തന്നേക്കാം. പോരെ? അത് മതി. കംപ്ലീറ്റ് വാഹനങ്ങളും പോലീസ് അരിച്ചു പറക്കിക്കൊണ്ടിരിക്കുക. 2-3 ദിവസത്തേക്ക് നീ ഇവിടെ നനങ്ങണ്ട. ഇങ്ങോട്ടൊരു ഈച്ച പോലും കിടക്കില്ല. അയ്യോ ഇതാണോ തുറപ്പൻ? തുറപ്പനെ പിടിച്ചു എന്ന് പറഞ്ഞപ്പോ ഞാൻ കരുതി അരിച്ചാക്ക് തുറക്കുന്ന തുറപ്പനാണെന്ന്. പോലീസുകാരിട്ടിരിക്കുന്ന സ്ഥാനപ്പേരാടൂ തുറപ്പനെന്ന്. പിടികൊടുക്കാതെ എവിടുന്നും മുങ്ങുന്ന മിടുക്കനായവൻ അവസാനം നമ്മുടെ കെണി വന്ന് കുടുങ്ങി. പോലീസ് ഇത് മുതലാളി എന്നെ രക്ഷപ്പെടുത്തി എന്തിനാന്ന് എത്ര ആലോചിച്ചിട്ടും എനിക്ക് പിടികിട്ടുന്നില്ല. അതെ, മത്തായിയുടെ സുവിശേഷത്തിൽ പറഞ്ഞിട്ടുണ്ട്, ജനം ജനത്തിനെതിരായും രാജ്യം രാജ്യത്തിനെതിരായും തലയുയർത്തും. വലിയ ഭൂകമ്പങ്ങളും പല സ്ഥലങ്ങളിൽ ക്ഷാമവും പകർച്ചവ്യാധികളും ഉണ്ടാവും. ഭീകര സംഭവങ്ങൾ ആകാശത്ത് വലിയ അടയാളങ്ങൾ ഉണ്ടാക്കും. അതുപോലെ തോരപ്പനൊരു അടയാളം മാത്രം. തേവക്കാട്ടെ സർക്കിളേമാന്റെ തൊപ്പി തെറിപ്പിക്കാനുള്ള ചെറിയൊരു അടയാളം. അതിനു വേണ്ടിയാ നിന്നെ ഞങ്ങൾ പൊക്കിയത്. ഇതെന്നാ ബുദ്ധിയാ മുതലാളി? മുതലാളി ഞാൻ മുഖസ്തുതി പറയാന്ന് വിചാരിക്കരുത്. മുതലാളിയൊക്കെയാണ് രാഷ്ട്രീയത്തിലേക്ക് ഇറങ്ങേണ്ടത്. ഞാൻ നോക്കിയിട്ട് മുതലാളിക്ക് നല്ലൊരു രാഷ്ട്രീയ ഭാവിയുണ്ട്. ഭാവി അങ്ങ് എവിടെ വരെ പോവും? മുഖ്യമന്ത്രിയാ? ഞങ്ങളുടെ പാർട്ടിയുടെ കൂടെ നിന്നാലുണ്ടല്ലോ പ്രധാനമന്ത്രി വരെ എത്തിക്കും ഞാൻ. എടാ ആൻഡ്രൂസേ, എന്താ ചേട്ടാ ഇവനെ നീ തല്ലുവോ അതോ ഞാൻ തന്നെ തല്ലോ? അതെ, താൻ ഞങ്ങൾക്ക് ഭാവി വളർത്താൻ നോക്കണ്ട. തന്നെ മുന്നിൽ നിർത്തി ഞങ്ങൾ കളിക്കുമ്പോ കിട്ടും നോക്കാൻ അങ്ങ് നക്കിയാ മതി. മതി, സീരിയസ് ആക്കേണ്ട വിട്ടാതി. മുതലാളി എന്റെ കാര്യം എങ്ങനെയാ? പേടിക്കാതോ, ബോംബെയിൽ റിസേർട്ട് ഉണ്ട്. 2 ദിവസം കഴിഞ്ഞാൽ നിന്നെ അങ്ങോട്ട് അയക്കാം. അതുവരെ നീ ഇവിടെ സുരക്ഷിതനാ. നിന്നെ ഇവിടെ ഊരിക്കൊണ്ടുപോകാൻ തക്ക ചങ്കുറപ്പുള്ള ഒരു മോനും തേവക്കാട്ടവറാച്ചന് ജനിച്ചിട്ടില്ല. തേവക്കാട്ടവറാച്ചൻ 6ാമതൊരുവൻ ജനിച്ച വിവരം മുതലാളി അറിഞ്ഞു കാണുകയല്ല. അമ്മച്ചീവനെ പെറ്റി കിടക്കുമ്പോ അറിയിക്കാൻ ഒത്തില്ല, ക്ഷമിക്കണം.
തോക്കെടുത്ത് കൊല്ലണം അവനെ. റഹ്മാനെ, വണ്ടി ഇറക്കടാ. ഇക്കാലം തൊരപ്പനെ കൊണ്ടുപോയി കൂട്ടിലിടുന്നതിൽ ആർക്കും വിരോധമില്ലല്ലോ. എന്തെങ്കിലും വിരോധം ഉണ്ടെ പറഞ്ഞാ മതി, ഞങ്ങളൊന്ന് നിങ്ങളെ കൂടെ കൊണ്ടുപോയിക്കോളാം. എവിടോ സർക്കിൾ ചായ? തൊരപ്പനെ ഞങ്ങൾ പൊക്കിന്ന് വിളിച്ച് പറ. ഏതവനടാ സ്റ്റേഷനിൽ കയറി വെച്ചോക്കുന്നേ? ആരാ ഇത്? ഞാൻ പോൾ സാറിന് പകരം ചാർജ് എടുത്ത പുതിയ CI ആണ് സാർ. പഴയ CIയുടെ പ്രദേശമാണ് സാർ. ഇവിടെ കയറി നിരങ്ങാൻ നിന്റെയൊക്കെ തറവാട്ട് പോയാടാ പോലീസ് സ്റ്റേഷൻ. സർ, ഇവനാ ഇവിടുത്തെ കസ്റ്റഡിയിൽ നിന്ന് ചാടിപ്പോയ പ്രതി. നിന്നെമാര് തല്ലിയോടാ? തല്ലിയേമാന് പ്രതിയെ തല്ലി ചായ്ക്കാൻ നിങ്ങൾക്ക് ആരുടെ അധികാരം? നിന്റെ ഇച്ചാന്റെ ബലത്തിൽ കിടന്നുള്ള ഷൈനിങ് ഒന്നും വേണ്ട. SP അവനെ ഓഫീസിലേക്ക് വിളിപ്പിച്ചിരിക്കുക. ഇപ്പൊ അവന്റെ തൊപ്പി തെറിച്ച് കാണും. സർ, അവനെ കടത്തിക്കൊണ്ടുപോയത് PK ഗ്രൂപ്പാണ്. നീ നിന്റെ ഇച്ചാനോട് നാടകങ്ങൾ ചേർക്ക് മനസ്സിലാവില്ലെന്ന് അറിയോ? പ്രതിയെ കടത്തിക്കൊണ്ട് പോയി നീ എങ്ങടാ? ഒടുക്കം പോലീസ് പൊക്കൊന്നായപ്പോ തലയൂരുന്നോ? അത് കൊള്ളാം. നിർവീര്യമായ പോലീസിന്റെ മാനം രക്ഷിച്ചപ്പോ കുട്ടി ഞങ്ങളുടെ തലയിലാക്കുവന്നോ? സാർ ഒരുമാതിരി ചന്തയെ മത്തി വിക്കണ മറിയാമെ പോലെ സംസാരിക്കരുത്. തൊട്ടുപോരുത് എന്റെ ഇച്ചാന്. ഡ്യൂട്ടിയിലുള്ള ഓഫീസറുടെ കൈവെക്കുന്ന റാസ്കൽ. ഈ സർക്കിൾ PK ഗ്രൂപ്പിന്റെ ആളാ. നിങ്ങൾ വേഗം നിന്ന് തേവക്കാട്ട് വിവരോടെ. ഇത് വലിയ ചതിയായി പോയല്ലോടാ. സൈമ, വണ്ടി എടുക്കടാ. എടോ സർക്കിളെ, ഒരു തെറ്റും ചെയ്യാത്ത എന്റെ പിള്ളാരെ ഇങ്ങനെ ഇവിടെ ചകത്തിട്ടതിന് താ സമാധാനം പറയേണ്ടി വരും. ഓ, അതൊക്കെ ഞാൻ കോടതി പറഞ്ഞോളാം. അതേടോ, പറയിപ്പിക്കാതെ തന്നെ വിടുകയല്ലേ ഞങ്ങള്. ഒന്ന് പേടിപ്പിക്കാതെ പോടോ വക്കീലേ. ഈ കേസും കോടതിയൊക്കെ സഹദേവൻ ഒരുപാട് കണ്ടതാ. അമ്മാരാർക്ക് വിട്ടേക്കടോ. സാർ, വാടാ മക്കളെ. തേവക്കാട്ടുകാര് മനസ്സ് വെച്ച തന്റെ ഈ യൂണിഫോം എന്നേക്കുമായി ഊരിച്ച് ചെമ്മീൻ ഉടക്കുന്നിടത്ത് കാക്കയെ ഓടിക്കാൻ നോക്കൂത്തിയിട്ട് നിർത്തും. അതിനുവേണ്ടി അങ്ങ് മേളിലോട്ട് ഏത് കോടതി വരെ വേണേലും ഞങ്ങൾ പോകും. ഓ, അതൊന്നും വേണ്ടി വരത്തില്ല ചായ. ഈ കണക്കിന് തീർപ്പ് കൽപ്പിക്കാൻ തേവക്കാട്ട കോടതി തന്നെ ധാരാളമാ. ഒന്ന് അലക്കി വെളുപ്പിക്കാനെങ്കിലും തനിക്ക് യൂണിഫോം ഒന്ന് ഊരി വെക്കേണ്ടി വരുമല്ലോ. അപ്പൊ കാണാം. എന്താടാ, ഭീഷണിയാണോ? ഈശോയെ, ഭീഷണിയല്ലേ മാനെ. ചെയ്യാൻ പോകുന്ന കാര്യങ്ങൾ മുൻകൂട്ടി പറയുന്നത് പണ്ടേ ഈ കുട്ടപ്പായുടെ ഒരു വീക്ക്നെസ്. വാടാ. അപ്പൊ സൗകര്യം പോലെ എപ്പോഴാന്ന് വെച്ചാ നമുക്ക് ഈ കണക്കുകൾ കൂട്ടിയും കിഴിച്ചും നോക്കിയിട്ട് മൊത്തം മുതൽ ഞാൻ അങ്ങ് സാറിന് തരും. SP-യോട് ഞാൻ സംഭവങ്ങളുടെ സത്യാവസ്ഥ മുഴുവൻ ബോധ്യപ്പെടുത്തിയതാ. പക്ഷെ PK ഗ്രൂപ്പുകാർ മിനിസ്ട്രി ലെവലിൽ സ്വാധീനം ചെലുത്തിയത് കൊണ്ട് അദ്ദേഹത്തിന് പോലും എന്നെ സഹായിക്കാൻ ഒത്തില്ല. ഇത്രയും കാലം സത്യസന്ധമായി ജോലി ചെയ്തതിന് എനിക്ക് കിട്ടിയ കൂലിയാ ഈ സസ്പെൻഷൻ. അപ്പാ, പല പ്രാവശ്യം ഒരു പ്രശ്നങ്ങൾ ഉണ്ടാക്കിയിട്ട് നമ്മൾ ക്ഷമിച്ചു. ഇനി ഇങ്ങനെ ഒതുങ്ങിക്കൊടുക്കാൻ നിന്നാലുണ്ടല്ലോ PK ഗ്രൂപ്പ് നമ്മുടെ തലേ കയറും. തിരിച്ചു കൊടുക്കേണ്ടത് അതാത് സമയത്ത് കൊടുത്തില്ലേല് പിന്നെ തേവക്കാട്ടുകാരുടെ നെഞ്ചത്ത് ചവിട്ടിയുന്ന അവന്മാർ ഇനിയും തോന്നിയാസം കാണിക്കും. മനഃപൂർവ്വം അവരിങ്ങനെ ദ്രോഹിക്കാൻ തുടങ്ങിയതിനൊരു അവസാനം എവിടെ ചെന്ന? അപ്പാ, എന്നതായാലും ഇതിന് ഉടനെ ഒരു തീരുമാനം എടുത്തേ പറ്റൂ. തേവക്കാട്ടുകാരെ ഇന്ന് വരെ അറിഞ്ഞുകൊണ്ടൊരു ദ്രോഹവും ആർക്കും ചെയ്തിട്ടില്ല. എന്നിട്ടും അവന്മാർ എന്നാത്തിലാ നമ്മളെ ഇങ്ങനെ ഉപദ്രവിക്കുന്നേ? അവന്മാരെ എനിക്കൊന്ന് നേരിട്ട് കാണണം.
വരണ്ടായത് പറഞ്ഞതല്ലേ നിങ്ങളോട്? പിന്നെ എന്നാത്തിനാ വെറുതെ? അപ്പൻ ഒറ്റയ്ക്ക് അതിന് അങ്ങോട്ട് ഞാനിവിടെ വഴക്കുണ്ടാക്കാനൊന്നും വന്നതല്ല. എന്നാത്തിനായാലും ശരി അപ്പൻ ഒറ്റയ്ക്ക് അങ്ങോട്ട് പോവണ്ട. പിന്നല്ലാതെ അവന്മാരുടെ മനസ്സിലിരിപ്പ് എന്നാന്ന് പറയാൻ ഒക്കുകയല്ല. അവന്മാരുടെ മനസ്സിലൊരു പെനതാന്ന് അറിയാൻ വേണ്ടി തന്നെയാടാ ഞാൻ ഇവിടെ വന്നിരിക്കുന്നത്. ഞാൻ പറയുന്നത് അങ്ങോട്ട് കേട്ടാ മതി. നിങ്ങൾ ഇവിടെ നിൽക്കും, കേട്ടല്ലോ? ആരുമില്ലേടാ ഇവിടെ? അയ്യോ, ഇതാര്? തേവക്കാത്ത വല്യ മുതലാളിയോ? ഒന്ന് അറിയിച്ചിരുന്നെങ്കിൽ അടിയങ്ങൾ അങ്ങോട്ട് വന്ന് കാണുമായിരുന്നല്ലോ. സർക്കിള് മോന്റെ തൊപ്പി തെറിച്ചെന്ന് കരുതി വിഷമിക്കേണ്ട മുതലാളി. ഞങ്ങള് വേണമെങ്കിൽ മോളിൽ നിന്ന് വിളിച്ച് പറയിപ്പിച്ച് ശരിയാക്കാവുന്നേ. ഈ നാട് അടക്കി ഭരിച്ചിരുന്ന തേവക്കാട്ടുകാർക്ക് ഇപ്പൊ കഷ്ടകാലമാണല്ലോ മുതലാളി. ബ്രാൻഡി കച്ചവടം പോയി, ബ്ലേഡ് കമ്പനിയും പോയി, ഇപ്പതാ മകന്റെ തൊപ്പിയും പോയി. ഇനി എന്തൊക്കെ പോകാൻ കിടക്കുന്നു? സ്വന്തം മക്കളുടെ ജീവൻ പോകുന്നവരെ കാണേണ്ടി വരൂടോ തനിക്ക്. വേണ്ട, അവനെ തടയണ്ട. തേവക്കാട്ട് അവരാച്ചനെ അവൻ അടിക്കണമെങ്കിൽ അടിക്കട്ടെ, അടിയടാ. എന്നതാടാ നിന്റെ കൈ പൊങ്ങത്തില്ലയോ? നിന്റെയൊക്കെ കുടുംബത്തിൽ കയറി വന്ന് ഈ കരളക്കുറ്റി നോക്കി ഒന്ന് തരണമെന്ന് വിചാരിക്കാൻ തുടങ്ങിയിട്ട് ദിവസങ്ങൾ കുറയായി. ഇപ്പോഴാ തരപ്പെട്ടത്. എടാ, കള്ള് കച്ചവടം മുതലെങ്കിൽ സ്വർണ്ണ കച്ചവടം വരെ ചെയ്യുമ്പോഴും തേവക്കാട്ടുകാർ ഒന്നു നോക്കാറുണ്ട്, നേരും നെറിയും. പക്ഷെ നിന്റെയൊക്കെ ഈ നേരും നെറിയും കെട്ട കളിയുണ്ടല്ലോ, അത് എന്റെ പിള്ളേരുള്ള നെഞ്ചത്തെ ചവിട്ടിയിട്ട് വേണ്ട. മനസ്സിലായോടാ? നേർക്ക് നേരെ നിന്ന് നല്ല അന്തസ്സായി കച്ചവടം ചെയ്ത് തോപ്പിക്ക്, അല്ലാതെ ചതിയിലൂടെ ആരെയും തോപ്പിക്കരുത്. എന്റെ പിള്ളേരെ ഇത്രമാത്രം ഉപദ്രവിക്കാൻ ഞങ്ങൾ എന്നാ തെറ്റാടാ ചെയ്തത്? ഇടുവാ അവറാച്ച, ഞാൻ പറഞ്ഞാ മതിയോടൂ. തനിക്കെന്താടോ എന്നെ മനസ്സിലായില്ലേ? ഓർമ്മയ്ക്കൊരു 10-25 കൊല്ലത്തെ പഴക്കം കാണും. PK ഗ്രൂപ്പ് എന്ന് പറഞ്ഞാലൊന്നും തനിക്ക് മനസ്സിലാവില്ല. ചിലപ്പോ പാറക്കാടൻ കൊച്ചൗസേപ്പ് എന്ന് പറഞ്ഞാൽ മനസ്സിലാവും. ആ, ഇപ്പൊ ഏതാണ്ടൊക്കെ മനസ്സിലായി തുടങ്ങി. ഒന്ന് ഞെട്ടിയത് കണ്ടില്ലേ? ഇനി ഒന്നുകൂടെ വ്യക്തമാക്കണമെങ്കിൽ ഞാൻ ഒരാളെ കൂടെ കാണിച്ചു തരാം. വാ, കാണണോ? കാണ്. കണ്ടിട്ട് തനിക്ക് വിശ്വാസം വരുന്നില്ല അല്ലേ? അത്രയ്ക്ക് അങ്ങോട്ട് മാറിപ്പോയവള്. കാണ്, കണ്ട് രസിക്കുതാൻ. ജീവിച്ചിരിക്കുന്ന എന്റെ കൊച്ചമ്മണിയുടെ ശവം. എന്നാപ്പാ എന്നാ ഉണ്ടായേ? അപ്പനെ അവന്മാര് വേണ്ട, വണ്ടിയിട്. കൊച്ചിയിലുള്ള ഞങ്ങൾ ഈ നാട്ടിൽ വന്ന് എന്തിനാ ഈ നല്ല കാര്യങ്ങളൊക്കെ ചെയ്യണത് എന്ന് ചോദിച്ചാൽ അതിനൊരുപാട് ഉത്തരങ്ങളുണ്ട്. നിങ്ങളുടെ നാട്ടിലെ ഈ ഇരിക്കുന്ന പെങ്കൊച്ചുങ്ങളുടെ കഴുത്തിൽ മിന്നു കയറുമ്പോ എന്റെ കത്തുന്ന നെഞ്ചിനകത്തൊരു തണുപ്പ, മധുരമുള്ള പ്രതികാരത്തിന്റെ സുഖമുള്ള തണുപ്പ്. എന്താണെന്നറിയാവോ? എന്റെ ഏക മകൾ കൊച്ചമ്മുണിയുടെ കല്യാണം മുടക്കിയ നാടാണിത്. ആ നാട്ടിൽ വന്ന് ഇവിടത്തെ പെങ്കൊച്ചുങ്ങളുടെ കല്യാണം ഞാൻ നടത്തുമ്പോ നിങ്ങൾ തന്നെ പറ, ഒരു സുഖമൊക്കെ ഉണ്ടായില്ലേ? മനസമ്മതവും കഴിഞ്ഞ് കല്യാണച്ചക്കനോടുള്ള അടങ്ങാത്ത സ്നേഹവുമായി എന്റെ മോള് കല്യാണത്തിന് കാത്തിരിക്കുമ്പോഴാ അറിയണത് കല്യാണച്ചക്കൻ എന്റെ മോളെ വേണ്ടാന്ന് വെച്ചിട്ട് ഒരു അന്യജാതിക്കാരി പെണ്ണിനെ കെട്ടിയെന്ന്. ചാവാൻ വേണ്ടി വിഷം കഴിച്ചെങ്കിലും എന്റെ മോള് ചത്തില്ല. പക്ഷെ ആ നടുക്കത്തിൽ ഹൃദ്രോഗിയായ എന്റെ പെമ്പ്രനൂത്തി അങ്ങ് പോയി. അങ്ങനെ 2 ശവങ്ങളാ അവരെനിക്ക് സമ്മാനിച്ചത്. മരുന്നും മന്ത്രവും ഒക്കെ ആയിട്ട് ഒന്നിന്റെ ഉള്ളിൽ ഇപ്പോഴും ഇത്തിരി ജീവനുണ്ടെന്ന് മാത്രം. ഞങ്ങളെ ചതിച്ച തറവാട്ടുകാർ ആരാണെന്നറിയണ്ടേ? തേവക്കാട്ടുകാർ. നിങ്ങളൊക്കെ വാഴുന്നവരായി കാണുന്ന തേവക്കാട്ട് അവറാച്ചന്റെ മൂത്ത മകൻ കുരുവിളയുമായിട്ടായിരുന്നു എന്റെ മോളുടെ മനസ്സമ്മതം. അന്യദിക്കിന്ന് വന്ന അവർ ഈ കുഴപ്പങ്ങൾ ഉണ്ടാക്കിയത് വെറുതെ അല്ല, പ്രതികാരമല്ലേ മനസ്സിൽ? തേവക്കാട്ടരെ നശിപ്പിക്കാതെ അവരിനി പോകുമെന്ന് തോന്നുന്നില്ല. കാര്യം എന്തൊക്കെ പറഞ്ഞാലും ശരി, തെറ്റിച്ചാന്റെ ഭാഗത്ത് തന്നെ. നീ എന്തറിഞ്ഞിട്ടാടാ സംസാരിക്കുന്നേ?
ഇച്ചാന്റെ ഭാഗത്ത് ഒരു തെറ്റുമില്ല. മനസമ്മതം കഴിഞ്ഞ പെണ്ണിനെ വേണ്ടാന്ന് വെച്ചിട്ട് ഇച്ചാൻ ചേച്ചിയമ്മയെ വിവാഹം കഴിച്ചത് തെറ്റ് തന്നെ. ശരിയാ, തെറ്റെന്റെ ഭാഗത്ത് തന്നെയാ. പക്ഷെ ഞാൻ ചെയ്തത് തെറ്റാണെന്ന് ഈ ഇരിക്കുന്ന നമ്മുടെ അപ്പം പറയുകയല്ല. അമ്മയുടെ സ്ഥാനം നൽകി നിങ്ങളൊക്കെ ചേച്ചിയമ്മയെന്ന് വിളിക്കുന്ന എന്റെ ഭാര്യ ഉണ്ടല്ലോ, അവളും പറയുകയല്ല ഞാൻ തെറ്റുകാരനാണെന്ന്. മനസമ്മതം കഴിഞ്ഞ പെണ്ണിനെ മറന്നിട്ട് അന്യജാതിപ്പെട്ട ഊരും പേരും ഇല്ലാത്തൊരു അനാഥ പെണ്ണ് ഞാൻ കെട്ടിയത് തെറ്റ് തന്നെയാണ്. പക്ഷെ അത് ഞാൻ ചെയ്യാനുണ്ടായ സാഹചര്യം എന്താണെന്ന് കൂടി നിങ്ങൾ അറിയണം. സമൂഹ വിവാഹപ്പന്തലിൽ വരണത്താതെന്ന് കണ്ണീരൊഴുക്കിയ ഒരു പാവം അനാഥ പെൺകുട്ടിയെ ചൂണ്ടിക്കാണിച്ചുകൊണ്ട് അപ്പൻ ആജ്ഞാപിച്ചപ്പോ എന്റെ ഇഷ്ടം, ആഗ്രഹവും, ആചാരവും എല്ലാം മറന്ന് ഞാൻ അനുസരിച്ചത് തെറ്റ് തന്നെയാ, സമ്മതിച്ചു. പക്ഷേ അതിലെവിടെയൊക്കെ ഒരു ശരി ഉണ്ടായിരുന്നു. ഇല്ലെന്ന് പറയാൻ പറ്റുമോ നിങ്ങൾക്ക്? ഒന്നും മനഃപൂർവ്വമല്ലായിരുന്നു. നിങ്ങളുടെ അമ്മച്ചിയുടെ ഓർമ്മ ദിവസത്തിന്റെ അന്ന് ആദ്യമായിട്ട് നടത്തുന്ന സമൂഹ വിവാഹം. നിശ്ചയിച്ച വരൻ കാലുമാറിയതിന്റെ കണ്ണീരുമായി നിൽക്കുന്ന ഒരു അനാഥ പെൺകുട്ടി. ആ കണ്ണീര് തുടയ്ക്കാൻ മറ്റാരും തയ്യാറാകാതെ വന്നപ്പോ ഈ അപ്പന്റെ വാക്കനുസരിച്ച് ഇവൻ ചെയ്ത പുണ്യമായ വിവാഹം. അതിന്റെ പേരില് എന്റെ മോനെ കുറ്റപ്പെടുത്താൻ ഞാൻ ആരെ സമ്മതിക്കല. കൊച്ചിയിലുള്ള സമ്പന്നയായ പെണ്ണിന് മറ്റൊരു ജീവിതം കിട്ടുമെന്നേ കരുതിയുള്ളൂ. അല്ലാതെ ഇതുപോലൊരു ദുരന്തത്തിലേക്കാവുമെന്ന് അറിഞ്ഞില്ല. അമ്മച്ചി അവിടെ ഇരുന്ന് കരയുവാ. അന്യജാതിപ്പെട്ട അനാഥ പെണ്ണിന് ജീവിതം നൽകിയതിന്റെ പഴങ്കതൊക്കെ പതുക്കെ ആവാം. ഇങ്ങനെ കേൾക്കെ പറഞ്ഞ് എന്റെ അമ്മച്ചി വേദനിപ്പിക്കരുത്. ചേച്ചിയമ്മേ, ചേച്ചിയമ്മ എന്നാ ഇത്? അവിടെ എന്തോ പഴംപുരാണങ്ങളൊക്കെ പറഞ്ഞു എന്ന് കരുതി ചെന്ന് ഊണ് കഴിച്ചേച്ച് കിടക്കാൻ നോക്ക്. അവരുണ്ടാക്കുന്ന ഈ നാശങ്ങൾക്കെല്ലാം കാരണം എന്റെ ഈ ജീവിതമെന്നറിഞ്ഞില്ല. ചേച്ചിയമ്മേ, നിങ്ങൾ എല്ലാരും ഇപ്പൊ വെറുക്കുന്നുണ്ടാവുമല്ലേ? എന്നതായി പറയുന്നേ? ചുമ്മാ ഓരോന്ന് ചിന്തിച്ച് വെറുതെ കാട് കയറാതെ. ഓരോന്നായി അവര് തകർക്കുന്നത് കണ്ടില്ലേ? ഈ തറവാട് നശിപ്പിക്കാതെ അവര് പോവില്ല. ഞാൻ കാരണം ഈ തറവാട് നശിച്ചു എന്ന് വന്ന ഈശ്വര. ഇല്ല, അങ്ങനെയൊന്നും സംഭവിക്കില്ല ചേച്ചിയമ്മേ. ഈ കുട്ടപ്പായി ജീവിച്ചിരിക്കുമ്പോ ഇവിടെ ഒന്നും ഇനി നശിപ്പിക്കാൻ സമ്മതിക്കല്ല. ചേച്ചിയമ്മ സമാധാനായിരിക്കും. അമ്മച്ചി, അമ്മച്ചി അത്താഴം കഴിക്കാത്തോണ്ട് അവിടെ ഇളയമ്മമാരൊന്നും കഴിച്ചിട്ടില്ല. എന്നാത്തിന് അമ്മച്ചി അവരെ എങ്ങനെ പട്ടിണി കിടന്ന്? വാ, വന്ന് അമ്മച്ചി വല്ലതും കഴിക്ക. ഇതിന്റെ പിന്നിൽ ഇങ്ങനെ ഒരു കഥ ഉണ്ടായിരുന്നല്ലേ? കഷ്ടം. ഒന്നും മിണ്ടാൻ പോലും ആകാതെ ഇങ്ങനെ ഇരിക്കുന്നത് കണ്ട ആർക്കാ സഹിക്കുക? വിഷം തലച്ചോറിന് ഏറ്റു കാണുമല്ലേ? ജീവൻ തിരിച്ചു കിട്ടുമെന്ന് കരുതലടോ. ഒരുപാട് കാലം കിടന്ന കിടപ്പി കിടന്നു. എത്ര ചികിത്സ കഴിഞ്ഞിട്ടാ ഈ കോലത്തിലായെന്നറിയൂ. ഞാനോ മറ്റേ ആയിരുന്നെങ്കിൽ പിറ്റേന്ന് തന്നെ തേവക്കാട്ടെ അവറാച്ചനെ മകനെ വെട്ടിയെറിഞ്ഞ് തള്ളിയനെ. അതിനൊക്കെ ഒരുമ്പെട്ടതാ. അവന്റെയൊക്കെ ആയുസിന്റെ ബലമെന്നല്ലാതെ എന്ത് പറയാനാ. ആ സമയത്താ ഞങ്ങളുടെ ഷാപ്പിൽ നിന്ന് കുടിച്ച് കുറെ എണ്ണം ചത്തു വീഴാൻ തുടങ്ങിയത്. പിന്നെ കേസും ബുക്കാറും ഒക്കെ ആയി. ഞങ്ങൾ അങ്ങ് ജയിലിലുമായി. അതോടെ ബിസിനസ്സും തകർന്നു. ആരും പോരും ഇല്ലാതെ എന്റെ മോള് ശരണാലയത്തിലും. കൊച്ചേ, പുറത്തിറങ്ങിയതിനു ശേഷം എല്ലാം ഒന്നെന്ന് തുടങ്ങേണ്ടി വന്നു. ശിവകാശിയിൽ ആദ്യം ചെറിയൊരു പടക്ക നിർമ്മാണശാല, പിന്നീട് എക്സ്പ്ലോസീവ് ലൈസൻസിന്റെ ബലത്തിൽ നിയമമറിഞ്ഞാൽ തലപോകുന്ന പല തീക്കളികൾ, കരാറെടുത്ത സ്ഫോടനങ്ങൾ, അന്താരാഷ്ട്ര ബന്ധങ്ങൾ, അങ്ങനെ പണം ഒരുപാട് വാരിക്കൂട്ടി. അപ്പോഴും പക്ഷേ മനസ്സിന്റെ അകത്ത് ഒരൊറ്റ ചിന്തയേ ഉണ്ടായിരുന്നുള്ളൂ. എന്നെങ്കിലും ഈ നാട്ടിൽ വരണം, അവന്റെ രാജ്യം പിടിച്ചടക്കണം, അവരുടെ സർവനാശം കാണണം.